സ്കൂളിൽ ക്ലാസ്സുള്ള ദിവസങ്ങളിൽ 2-3 ദിവസത്തിനുള്ള ഇഡലിക്കോ ദോശയ്ക്കോ ഒക്കെയുള്ള മാവ് അരച്ച് ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കും കേട്ടോ. ഈ ഒരു തണുപ്പ് സമയത്ത് അങ്ങനെ ചെയ്തെങ്കിലേ ഇവിടെ നന്നായിട്ട് ദോശയോ ഇഡലിയോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നാളെ ക്ലാസ്സിലെന്ന് കേട്ടപ്പോഴേ ഞാൻ നാളത്തേന് വെച്ചിരുന്ന മാവെടുത്ത് ഇന്നും ദോശ ചുടട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം തട്ടുദോശ ഉണ്ടാക്കിയാൽ മതിയെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഉച്ചക്കലത്തെ നല്ല ചൂരക്കറി ഇരിപ്പുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ സാമ്പാറും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു തക്കാളി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി. ചമ്മന്തി ഞാൻ കുറച്ച് ലൂസായിട്ട് അങ്ങ് വെച്ച് കേട്ടോ, കാരണം ഇവിടെ എല്ലാവർക്കും ദോശ കുതിർത്ത് കഴിക്കണം. ദോശയായാലും ഇഡലി ആയാലും കുതിർത്ത് കഴിക്കണം. ഇങ്ങനെ തൊട്ട് തിന്നുന്ന ഒരു ശീലം അവർക്കൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനെല്ലാം ചൂടോടെ ഡൈനിങ് ടേബിളിലോട്ട് അങ്ങ് കൊണ്ടുവച്ച് അപ്പോഴേക്കും എല്ലാവരും കഴിക്കാനും വന്നിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ നല്ല ചൂട് ദോശയും തട്ടുദോശയും നല്ല ചൂട് സാമ്പാറും ചൂരക്കറിയും തക്കാളി ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ഒരു ചൂരക്കറി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം അങ്ങ് എടുത്തു കേട്ടോ. അധികമല്ല, കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബുൾസൈയുടെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നെന്നാണ് അച്ചു പറഞ്ഞത് കേട്ടോ. അവന് ബുൾസൈ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ബൈ.